2007 അവസാനമാണോ 2008 ആദ്യമാണോ എന്ന് നല്ല ഓർമ്മയില്ല. കൊച്ചിയിൽ വച്ച് ഒരു വലിയ സൗന്ദര്യ മത്സരം നടന്നു. മിസ് കേരളയാണോ മിസ് സൗത്ത് ഇന്ത്യ ആണോ എന്നുള്ളതും നല്ല ഉറപ്പില്ല. രണ്ടാലൊന്നാണ്, ഏതായാലും മിസ് ഇന്ത്യ അല്ല. അങ്ങനെ ഒരു സൗന്ദര്യ മത്സരം കൊച്ചിയിൽ, കൃത്യമായിട്ട് പറഞ്ഞാൽ കുണ്ടന്നൂറുള്ള നമ്മുടെ ഗൾഫാർ മുഹമ്മദ് അലിയുടെ സ്ഥലത്ത് പ്രവർത്തിക്കുന്ന വിഖ്യാതമായ ലേ മെറിഡിയൻ ഹോട്ടലിൽ വെച്ചായിരുന്നു. ഈ സൗന്ദര്യ മത്സരം നടക്കുന്ന സമയത്ത് ഇവിടെ VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയും കോടിയേരി ബാലകൃഷ്ണൻ ആഭ്യന്തരമന്ത്രിയുമാണ്. പക്ഷേ SFIക്കാരാവട്ടെ, KSUക്കാരാവട്ടെ, അല്ലെങ്കിൽ AISFകാരാവട്ടെ, AIYFകാരാവട്ടെ, DYFIക്കാരാവട്ടെ, മറ്റേതെങ്കിലും വിദ്യാർത്ഥി യുവജന സംഘടനകളോ അല്ലെങ്കിൽ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ അടക്കമുള്ള മഹിളാ സംഘടനകളോ ആരെങ്കിലും ഇതിനെതിരെ എന്തെങ്കിലും തരത്തിലുള്ള പ്രതിഷേധം ഉയർത്തുകയോ ഒരു പ്രസ്താവനയെങ്കിലും പുറപ്പെടുവിക്കുകയോ ചെയ്തില്ല. അവരൊക്കെ സൗന്ദര്യ ആരാധകരായി മാറി എന്ന് നമുക്ക് ഏറെക്കുറെ അനുമാനിക്കാം. സത്യത്തിൽ ഇവരൊക്കെയാണ് ഇതിനെതിരായിട്ട് പ്രതികരിക്കേണ്ടത്. കാരണം സ്ത്രീ സൗന്ദര്യത്തെ ഇങ്ങനെ വിൽപ്പന ചരക്കാക്കി അത് പ്രദർശിപ്പിച്ച് പരസ്യക്കാർക്കും മറ്റ് സ്ഥാപിത താല്പര്യക്കാർക്കും മൂലധന ശക്തികൾക്കൊക്കെ കൂടുതൽ സമ്പത്തുണ്ടാക്കുന്നതിന് സഹായകരമാക്കുകയും ചെയ്യുന്ന ഒരു പരിപാടിയാണ് സൗന്ദര്യ മത്സരം. പക്ഷേ ആ സമയമൊക്കെ ആയപ്പോഴത്തേക്കും ഈ സൗന്ദര്യ മത്സരങ്ങൾക്ക് വലിയൊരു സ്വീകാര്യത കൈവന്നിരുന്നു. സുസ്മിത സെൻ മിസ് യൂണിവേഴ്സായിട്ടും ഐശ്വര്യ റോയ് മിസ് വേൾഡായിട്ടും തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം നമ്മുടെ ഇടതുപക്ഷ രാഷ്ട്രീയ കക്ഷികൾ പോലും ഈ സൗന്ദര്യ മത്സരങ്ങളോട് സാമാന്യം സൗമനസ്യത്തോട്ടാണ് പെരുമാറിയിരുന്നത് അല്ലെങ്കിൽ പ്രതികരിച്ചിരുന്നത്. കൊച്ചിയിൽ വെച്ച് നടന്ന ഈ മത്സരത്തിന് എതിരായിട്ടും ഈ പറഞ്ഞ വിഭാഗത്തിൽപ്പെട്ട ആരും തന്നെ പ്രതികരിച്ചില്ല, ഒരു തരത്തിലുള്ള പ്രക്ഷോഭവും സംഘടിപ്പിച്ചില്ല. എന്നാൽ നമ്മുടെ നാട്ടിൽ അന്ന് വളരെ ഊർജിതമായി പ്രവർത്തിച്ചിരുന്ന ഒരു സംഘടന സോൾഡാരിറ്റി യൂത്ത് മൂവ്മെൻറ്റ് ഇതിനെതിരെ ശക്തമായിട്ട് പ്രതിഷേധിച്ചു. അവർ ഈ ലേ മെറിഡിയൻ ഹോട്ടൽ ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു വലിയ ഫൈനാൻസിയറായ ഗൾഫർ മുഹമ്മദ് അലിയുടെ ഉടമസ്ഥയിലുള്ള സ്ഥലത്താണ്, ഉടമസ്ഥയിലുള്ള കെട്ടിടത്തിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. എന്നിരിക്കലും അതിൻ്റെ പടിക്കൽ ഒരു പ്രതിഷേധം സംഘടിപ്പിക്കാൻ തീരുമാനിച്ചു. അവർ ഈ പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്യാനായിട്ട് ഒഴിവ് കണ്ടത് ഈ പാവപ്പെട്ട എന്നെയായിരുന്നു. ഞാനും ഈ സൗന്ദര്യ മത്സരത്തോട് വലിയ എതിർപ്പുള്ള ആളാണ്, അന്നും വലിയ എതിർപ്പുള്ള ആളാണ്, ഇപ്പോഴും എതിർപ്പുള്ള ആളാണ്. ഇത് സ്ത്രീകളെ കച്ചവടച്ചാരക്കാക്കുന്ന ഒരു പരിപാടിയാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. ഒരു ഇടതുപക്ഷക്കാരനായ ഞാൻ ഇതിനെതിരെ ശക്തമായി പ്രതികരിക്കാൻ ആഗ്രഹിച്ചു. പക്ഷേ AISFകാരോ AIYFകാരോ DYFIക്കാരോ ആരും തന്നെ പ്രതികരിച്ചില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സോൾഡാരിറ്റിക്കാർ പ്രതിഷേധിക്കാനും തയ്യാറായിട്ട് വന്ന് അവർ എന്നെ തന്നെ ഉദ്ഘാടനത്തിന് വിളിക്കുകയും ചെയ്തു. ഞാൻ ഏതായാലും അവിടെ പോയി അതിഗംഭീരമായൊരു പ്രസംഗം വച്ച് കാച്ചാൻ വേണ്ടിയിട്ട് പുറപ്പെട്ടു. കല്ലൂർ വക്കീലാഫീസിൽ നിന്ന് വൈകുന്നേരം ഇവരാരോ ഒരാളുടെ കാറിൽ കയറി കുണ്ടന്നൂർക്ക് പോയതായിട്ട് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. കുണ്ടന്നൂർ ചെന്ന് ഇറങ്ങുമ്പോൾ ഏകദേശം 5-5:30 മണി സമയമാണ്. സാമാന്യമായിട്ട് നല്ല വെയിലും ഉണ്ട് അവിടെ. ലേ മെറിഡിയൻ ഹോട്ടലിൻ്റെ മുമ്പിൽ, ആ ഹോട്ടലിൻ്റെ അകത്ത് വെച്ചിട്ടാണ് സൗന്ദര്യ മത്സരം നടക്കുന്നത്. അവിടെ TVക്കാരൊക്കെ ഉണ്ട്, TV ക്യാമറകളൊക്കെ ധാരാളമായിട്ടുണ്ട്. ഒരുപാട് ആൾ കൂടിയിട്ടുണ്ട്. ഈ സൗന്ദര്യ മത്സരം കാണാനല്ല, പ്രതിഷേധം കാണാനായിട്ട്. പ്രതിഷേധിക്കാനുള്ള ആളുകൾ റെഡിയായിട്ട് നിൽപ്പുണ്ട്. പോലീസുകാരും ധാരാളമായിട്ടുണ്ട്. ഒന്നുമില്ലെങ്കിൽ പോലീസുകാർ ധാരാളം അവിടെ കൂടിയിട്ടുണ്ട്. ഇവരാരും അക്രമത്തിനൊന്നും ചെന്നവരല്ല. സോൾഡാരിറ്റി യൂത്ത് മൂവ്മെൻറ്റുകാർ വളരെ സമാധാനപരമായിട്ട് സമരം ചെയ്യുന്നവരാണ്. അവിടെ ചെന്നപ്പോൾ കണ്ട കാഴ്ച എന്താ വെച്ചാൽ, സത്യം പറഞ്ഞാൽ അതൊരു ഭയങ്കര കാഴ്ചയായിരുന്നു. ഈ സൗന്ദര്യ മത്സരത്തിനെതിരെ പ്രതിഷേധിക്കാനും വന്നിട്ടുള്ള ആളുകൾ യൂത്ത് സോൾഡാരിറ്റിയുടെ പ്രവർത്തകരെല്ലാവരും തന്നെയുണ്ട്. അതുകൂടാതെ ഇവരുടെ സഹോദര സംഘടനയായ ഗേൾസ് ഇസ്ലാമിക് മൂവ്മെൻറ്റ് ഓർഗനൈസേഷൻ എന്ന സംഘടനയുടെ പ്രവർത്തകരുമുണ്ട്. GIO എന്നാണ് സംഘടനയുടെ മുഴുവൻ പേര്, ചുരുക്കപ്പേര്. അവരെ കണ്ടപ്പോഴാണ് സത്യം പറഞ്ഞാൽ സൗന്ദര്യ മത്സരം എത്ര ഭേദമാണ് എന്നെനിക്ക് തോന്നിയത്. കാരണം ഇവരേറെക്കുറെ എല്ലാവരും തന്നെ ബുർഖയാണ് ധരിച്ചിട്ടുള്ളത്. ഈ സൗന്ദര്യ മത്സരത്തിനെതിരെ സമരം ചെയ്യുന്ന ആളുകൾ ഈ വിഭാഗത്തിൽപ്പെട്ടവർ മാത്രമാണ് എന്ന് കണ്ടപ്പോൾ എനിക്കുണ്ടായ ആ വികാരം എന്താണെന്ന് ഇപ്പോൾ പറയാൻ പറ്റുകയില്ല. എനിക്ക് സൗന്ദര്യ മത്സരത്തെ അനുകൂലിക്കണോ പ്രതിഷേധിക്കണോ എന്ന കാര്യത്തെക്കുറിച്ച് പോലും സംശയം വന്നുപോയി. ഏതായാലും അവിടെ നിന്ന് ഞാൻ ഉദ്ദേശിച്ച രീതിയിലൊന്നുമല്ല, ഇടതുപക്ഷ പാർട്ടികളാണ് ഇതിനെതിരെ സമരം ചെയ്യേണ്ടിയിരുന്നത് എന്നും ഇങ്ങനെ ഒരു സമരം ചെയ്യാഞ്ഞത് മോശമായി പോയെന്നും ഏതായാലും സോൾഡാരിറ്റി യൂത്ത് മൂവ്മെൻറ്റ് ഇതിനെതിരെ രംഗത്ത് വന്നത് ശരിയായ നടപടിയാണ് എന്നൊക്കെ പറഞ്ഞ് ഒരു ഒഴുക്കൻ മട്ടിലുള്ള പ്രസംഗം നടത്തി അവിടെ നിന്ന് തടി സലാമത്താക്കിയെന്നാണ് എൻ്റെ ഓർമ്മ. ഏതായാലും അതിനുശേഷം ഈ സൗന്ദര്യ മത്സരത്തിനെതിരെ ഞാൻ യാതൊരു തരത്തിലുള്ള പ്രതികരണമോ നടത്തിയിട്ടില്ല. എനിക്കിപ്പോഴും അതിനോട് വിയോജിപ്പുണ്ട്. എങ്കിൽ പോലും എങ്ങനെയുള്ള ആളുകളാണ് ഇതിനെ എതിർക്കുന്നത് എന്നാലോചിക്കുമ്പോൾ നമുക്ക് വലിയ വിഷമം തോന്നാറുണ്ട്. അപ്പോൾ ഇത് പറഞ്ഞെന്താ വെച്ചാൽ ഇപ്പോൾ പെട്ടെന്ന് ഓർക്കാൻ കാര്യം, ഇതൊക്കെ ഞാൻ പണ്ടേ മറന്നുപോയ കാര്യങ്ങളാണ്. ഓർക്കാൻ കാര്യം എന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം പത്രത്തിൽ കണ്ട ഒരു വാർത്തയാണ്. പല പത്രങ്ങളിലും ഉണ്ടായിരുന്നില്ല, 1-2 പത്രത്തിൽ
അല്ലെങ്കിൽ ന്യൂസ് പോർട്ടലുകളിലാണ് ഈ വാർത്ത കണ്ടത്. മിസ് സൗദി അറേബ്യ ആയിട്ടിരിക്കുന്ന റൂഹി അൽ ഖത്താനി എന്ന പേരുള്ള ഒരു യുവതി, 27 വയസ്സുണ്ട്, അവിവാഹിതയാണ്. ഇവർ മിസ് സൗദി അറേബ്യയാണ്. മിസ് യൂണിവേഴ്സ് മത്സരത്തിൽ പങ്കെടുക്കാൻ പോകുന്നു. നമ്മുടെ സുസ്മിത സെൻ പണ്ട് മത്സരിച്ച് വിജയിച്ച മത്സരമാണ്. ആ മത്സരത്തിൽ പങ്കെടുക്കാനായിട്ട് സൗദി അറേബ്യയിൽ നിന്ന് ഒരു ചെറുപ്പക്കാരി രംഗത്ത് വന്നിരിക്കുന്നു എന്ന് മാത്രമല്ല, ആ യുവതിക്ക് സൗദിയിലെ കിരീടാവകാശിയുടെ സമ്പൂർണ്ണമായ പിന്തുണയുണ്ട്. ഇത് വായിക്കുന്ന സോളിഡാരിറ്റിക്കാരും ഇപ്പോൾ അവരൊക്കെ മിക്കവരും തന്നെ മുതിർന്ന ജമായത്ത് ഇസ്ലാമിക്കാരായി കാണും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അല്ലെങ്കിൽ ജമായത്ത് ഇസ്ലാമിയുടെ അമീർ അടക്കമുള്ള ആളുകൾ എങ്ങനെയായിരിക്കും ഈ വാർത്തയോട് പ്രതികരിക്കുക എന്നെനിക്കറിയില്ല. ഞാൻ ഈ കഴിഞ്ഞ 3-4 ദിവസവും നമ്മുടെ അടുപ്പ് കൂട്ടി ചർച്ച ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അടുപ്പ് കൂട്ടിയ ആളുകൾ ആരും ഈ വിവരം അറിഞ്ഞിട്ടില്ല. അവരിതേക്കുറിച്ച് തീർച്ചയായിട്ടും ഒരു ചർച്ച സംഘടിപ്പിക്കേണ്ടതായിരുന്നു. അതുപോലെ മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ്, ജനറൽ സെക്രട്ടറി, INLൻ്റെ ഭാരവാഹികൾ, സമസ്തയുടെ 2 വിഭാഗത്തിലും പെട്ട നേതാക്കന്മാർ, മുസ്ലിയാക്കന്മാരൊക്കെ ഈ കാര്യത്തിലൊരു അഭിപ്രായം പറയേണ്ടതാണ്. കാരണം സൗദി അറേബ്യ പോലൊരു രാജ്യത്ത് നിന്ന് സ്ത്രീകൾ സൗന്ദര്യ മത്സരത്തിൽ പങ്കെടുക്കുന്നത് ശരിയാണോ എന്നുള്ള ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. മാത്രമല്ല, മുഹമ്മദ് ബിൻ സൽമാൻ കിരീടാവകാശിയായി തീർന്നതിന് ശേഷം ഇതുപോലെ ഒരുപാട് പരിഷ്കാരങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. സ്ത്രീകൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാം, കാർ ഓടിക്കാൻ കുഴപ്പമില്ല, പുരുഷന്മാരുടെ സഹായമില്ലാതെ പാസ്പോർട്ടിന് അപേക്ഷിക്കാം, അമുസ്ലിങ്ങൾക്ക് പോലും ഈ ബുർഖ അല്ലെങ്കിൽ മുഖം മറയ്ക്കുന്ന മുഖാവരണം നിർബന്ധമുള്ള ഒരു രാജ്യമാണ് സൗദി അറേബ്യ. അതിപ്പോൾ പഴയ പോലെ കർക്കശമല്ല. അതിലൊക്കെ ഉപരി മദീന പോലെയുള്ള പുണ്യനഗരങ്ങൾ അമുസ്ലിങ്ങൾക്ക് തുറന്നു കൊടുക്കും. നമ്മുടെ കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനിയും അതുപോലെ തന്നെ വി മുരളീധരനും മദീനയിൽ പോയൊരു വാർത്ത കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു. മുരളീധരൻ ഒരു കാവി ജുബയാണ് അവിടെ ഇട്ടിരുന്നത്. അതിൽ തന്നെ ഉണ്ട് ഒരു പ്രതിഷേധം. ഈ പുണ്യനഗരമായ മദീനയിൽ ഒരാൾ കാവി ജുബയും അണിഞ്ഞ്, ഒരു അമുസ്ലിമായ മുരളീധരൻ, അതുപോലെ മുഖമോ തലയോ മറക്കാതെ സ്മൃതി ഇറാനിയും അവിടെ സന്ദർശനം നടത്തിയെന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് സാധാരണ രീതിയിൽ ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു വലിയ പരിഷ്കാരമാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന കാര്യം ഈ നമ്മുടെ കോഴിക്കോട്ട് നിന്നുള്ള പത്രങ്ങളൊക്കെ ഈ വിഷയത്തിൽ ഒട്ടകപക്ഷിയെ പോലെ തല ഇങ്ങനെ മണലിൽ പൂഴ്ത്തി നിൽക്കുകയാണ്. ഇവിടെ സ്ത്രീകൾ ഹിജാബ് ധരിക്കാനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടി സമരം ചെയ്തു. മുസ്ലിങ്ങൾ മാത്രമുള്ള ഇറാനിൽ സ്ത്രീകൾ ഹിജാബ് ധരിക്കാതിരിക്കാൻ വേണ്ടി സമരം ചെയ്തു. സൗദി അറേബ്യക്കാർ സൗന്ദര്യ മത്സരത്തിൽ പങ്കെടുക്കുന്നു. ഇവിടെയുള്ളവർ ഇതിനെയൊക്കെ നിശിതമായി എതിർക്കുന്നു. സ്വന്തം സംഘടനയ്ക്ക് ധനസഹായം ചെയ്യുന്ന ആളാണ് എന്നതുപോലും മറന്ന് ഗൾഫാർ മുഹമ്മദിയുടെ ഹോട്ടലിൻ്റെ മുമ്പിൽ സമരത്തിന് പോകുന്നു. ഇതിലുള്ള ഒരു വൈരുദ്ധ്യമുണ്ടോ? ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അടുപ്പൂട്ടി ചർച്ച നടത്തുന്ന ആളുകൾ പുതിയ എപ്പിസോഡിൽ ഈ വിഷയം ചർച്ച ചെയ്തത് നന്നായിരിക്കും എന്നെനിക്കൊരു അഭിപ്രായമുണ്ട്. ദാവൂ സാഹിബിൻ്റെയും മറ്റ് സാഹിബുമാരുടെയൊക്കെ സത്വര ശ്രദ്ധ ഇക്കാര്യത്തിലേക്ക് ക്ഷണിക്കുന്നു. സൗദി അറേബ്യ പോലും മോഡേണായി എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഇത് പറയുമ്പോഴും ഒരു കാര്യമുണ്ട്. ലോകത്ത് നമ്മുടെ ഏഷ്യ വൻകരയിൽ ഏറ്റവും അധികം ആൾക്കാരെ വധശിക്ഷയ്ക്ക് വിധിക്കുന്നത്, വധശിക്ഷ നടപ്പാക്കുന്നത് ചൈന കഴിഞ്ഞാൽ പിന്നെ സൗദി അറേബ്യയാണ്. സൗദി അറേബ്യയിൽ മാത്രമാണ് മനുഷ്യനെ തലവെട്ടി കൊല്ലുന്ന പോലെയുള്ള കലാപരിപാടികൾ ഇപ്പോഴും നിലനിൽക്കുന്നത്. മറ്റുള്ളിടത്തൊക്കെ വെടിവെച്ച് കൊല്ലുകയോ അല്ലെങ്കിൽ തൂക്കി കൊല്ലുകയോ അതുമല്ലെങ്കിൽ ഈ ഇലക്ട്രിക് ചെയറിലെടുത്ത് ഷോക്കടിപ്പിച്ച് കൊല്ലുകയൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. തലവെട്ടുക എന്ന് പറഞ്ഞാൽ കലാപരിപാടി ഇപ്പോഴും നിലനിൽക്കുന്ന ഈ മുഹമ്മദ് ബിൻ സൽമാൻ കിരീടാവകാശിയായിരിക്കുന്ന സൗദി അറേബ്യയിൽ മാത്രമാണ്. ഇപ്പം ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. ഈ കാര്യത്തിലേക്ക് ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ട് എളിയ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഇതാരെയും വേദനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. ഇങ്ങനൊരു വാർത്ത കണ്ടപ്പോൾ സ്വാഭാവികമായിട്ട് തോന്നിയ ഒരു പ്രതികരണം നിങ്ങളുമായിട്ട് പങ്കുവച്ചു എന്ന് മാത്രമേ ഉള്ളൂ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.